ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനും ഇതിനൊന്നും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെടിയിൽ നിന്ന് ഒരു മാങ്ങയൊക്കെ പറിച്ച് ചമ്മന്തിയൊക്കെ അരക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടാൻ ടൈമില്ലാത്തതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഓരോരുത്തരായിട്ട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന് നടക്കാനേ നേരമുള്ളൂ കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും എടുക്കാൻ നേരമല്ല. പ്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്മിയിൽ ചമ്മന്തി അരക്കാമെന്ന് പറഞ്ഞിട്ട് അരയ്ക്കാണ്. അപ്പോൾ അമ്മി ഇവിടെ കൊണ്ടുവന്നിട്ടു എന്നല്ലാതെ അരയ്ക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ മുളകും ഉണക്കമുളകൊക്കെ വറുത്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ച് നോക്കാം. അപ്പോൾ ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ട് പിന്നെ ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മൂക്കൊലിച്ചൊന്നും പോകാത്ത കാരണം വേഗം കഫം കെട്ടിയിട്ടോ. എന്നിട്ട് ശ്വാസം മുട്ടൽ പോലെ ആയിട്ടുണ്ട്. അതാണ് വർത്താനം പറയാനൊക്കെ അത്ര പ്രയാസം കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചും കൊണ്ടിരിക്കുമ്പോൾ മോളൊന്ന് വാങ്ങിയിട്ട് ഞാൻ അരച്ച് നോക്കട്ടെ എന്നൊക്കെ വാങ്ങിയിട്ടോ. അരക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് പകുതി ആക്കി കൊടുത്തതാണ് കേട്ടോ അരക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കൊന്നും അമ്മിയിൽ അരക്കാനോ ഒന്നും അറിയില്ലല്ലോ. നമ്മളെ കാലത്തൊക്കെ നമ്മൾ പിന്നെ കല്യാണം കഴിച്ച് പോയ ടൈമിൽ തന്നെ മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാതും പിന്നെ ഒരു ദോശക്കരി അരക്കുകയാണെങ്കിൽ പോലും നമ്മൾ അമ്മിയിൽ അരച്ചിട്ടൊക്കെ തന്നെ എല്ലാ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ തേങ്ങ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുള്ള ചോറ് അമ്മിയിലിട്ടിട്ട് കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് മുളുക്ക് ഉരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ചമ്മന്തി അരച്ചിട്ട് ആ എണ്ണ മുളകൊക്കെ വാട്ടിയെടുത്ത എണ്ണ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വർഷാലൊക്കെ തന്നെ ചെറിയൊരു റൂമിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ, പാടന്തറയിൽ. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വെച്ചു എന്നല്ലാണ്ട് അത് മാറ്റി വെക്കാനോ എടുത്തു വെക്കാനോ ഒന്നും പോകാൻ പറ്റിയില്ല. മോളും കുട്ടിയൊക്കെ ഇവിടെ വീട്ടിലുള്ളത് കാരണം പിന്നെ ഞങ്ങൾ ഒഴിവ് കിട്ടിയപ്പോൾ ബാങ്കിലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ അങ്ങനെ ബാങ്കിലൊക്കെ പോയി വന്നിട്ട് അങ്ങനെ റൂമൊന്നും ക്ലീനാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ചെറിയ റൂമാണ്. അപ്പോൾ ഒരു എപ്പോഴെങ്കിലും ഒന്നും ബസ്സോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിലൊക്കെ ഒന്ന് മുപ്പർക്ക് പോയി നിൽക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ എടുത്തതാണ്. ചെറിയ റൂമെന്ന് പറഞ്ഞാൽ ചെറിയ റൂമാണ്. വലിയ സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. വെള്ളങ്ങളൊക്കെ പിടിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വെച്ച ചോറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒതുക്കി വെക്കലും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തുനിന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ പിന്നെ നിന്നിരുന്നത് ഫസ്റ്റായിട്ട് കോളനിയിൽ വന്ന സമയത്ത് നിന്നതിൻ്റെ ഈ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലൊക്കെ പോയി. അപ്പോൾ കോളനിയിൽ ഇത് 3ാമത്തെ വീടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചോറൊക്കെ തിന്നൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ അടുത്തൊരു കടയുണ്ട്. കടയിൽ കയറിയിട്ട് പിന്നെ ഒരു സോഡയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് മോനക്ക് മിഠായി വാങ്ങിച്ച് കുറച്ച് റേഷൻ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോയി. ഇപ്പോൾ ഇലക്ഷൻ കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് റേഷൻ കാർഡും ഒക്കെ കയ്യിലെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ അതവേ പിടിച്ചു കഴിഞ്ഞാൽ റേഷൻ കാർഡ് കാണിച്ചു കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവില്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ റേഷൻ കാർഡൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ദേവർശാലന്ന് പോയി എന്ന് തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോഴും ബത്തേരിയിൽ ഇങ്ങനെ വാടകയ്ക്ക് നിൽക്കുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ കാർഡും കാര്യങ്ങളൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് പാതി വഴിക്ക് എത്തിയപ്പോൾ പിന്നെ കുറേ ദൂരം വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഊരിക്കും പുറത്തുനിന്നൊക്കെ മോനിക്കും ഒഴിക്കൊക്കെ ഒരു പിടുത്തം പോലെ വന്നപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പാതിയിൽ നിർത്തിയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് പോകാമെന്ന് നോക്കുമ്പോഴാണ് ഈ ചെടി കാണുന്നത്. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് പാണലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ കായൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയമൊക്കെ ഇത് കഴിക്കുമ്പോൾ വലിയ ആൾക്കാരൊക്കെ പറയും അത് തിന്നാൻ പാടില്ല,
പാമ്പനിളകും വയറുവേദന എടുക്കും അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ ഒക്കെ പറയുന്നതൊക്കെ അത് പിന്നെ നല്ല മരുന്നാണ്, നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചെറുപ്പകാലത്തൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേടിയാണെങ്കിൽ കൂടിയിട്ട് അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരവും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്കൂള് പിന്നെ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മട്ടത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പറിച്ച് തിന്നു കേട്ടോ. അപ്പോൾ ഇത് തിന്നിട്ടുള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ വേരൊക്കെ പാമ്പന് അസുഖങ്ങളുള്ളവർക്കൊക്കെ ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.